എന്റെ ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാനുലകിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഒത്തിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഒത്തിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവനൂർവിക്കധീശൻ താൻ എന്നോടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവനൂർവിക്കധീശൻ താൻ എന്നോടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. മാറും മനുജരെല്ലാം മഹിതല മധു തീജ്വാല ഇരയായി മാറുകിലും. മാറും മനുജരെല്ലാം മഹിതല മധു തീജ്വാല ഇരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കിതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കിതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എന്നെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇസ്ഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതായിരുന്നു. ആ കിണറുകൾ നികത്തിക്കളഞ്ഞു ഫെലിസ്ത്യർ. ശത്രുക്കൾ വന്ന് ആ കിണറുകൾ നികത്തിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇസ്ഹാക്ക് ആ നികന്നുപോയ കിണറുകൾ വീണ്ടും കുഴിച്ചു. എന്നിട്ട് അബ്രഹാമിൻ്റെ കാലത്ത്, അത് കുഴിച്ച കാലത്ത് അബ്രഹാം ഇട്ടിരുന്ന പേര് തന്നെ ഈ കിണറുകൾക്ക് ഇസ്ഹാക്ക് ഇട്ടു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു. അബ്രഹാമിൻ്റെ കാലത്ത് ഈ കിണർ കുഴിച്ച് അവയ്ക്ക് അബ്രഹാം പേരിട്ടതായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുൻപുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാം. 21-ാം അധ്യായത്തിൽ
ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 25 വാക്യം. എന്നാൽ അബീമേലെക്കിൻ്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അബീമേലെക്കിനോട് ഭത്സിച്ച് പറഞ്ഞു എന്ന് നമ്മുടെ വായിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം കുഴിച്ച കിണറുകളെക്കുറിച്ച് അന്ന് മത്സരമുണ്ടായതാണ്. അബ്രഹാമിൻ്റെ കാലത്ത് ആ കിണറുകൾക്ക് അവകാശം പറഞ്ഞ് അബീമേലെക്ക് വന്നതാണ്. ശത്രുക്കൾ ആ കിണറിൽ അവകാശം പറഞ്ഞ് വന്നതാണ്. എന്നാൽ അബ്രഹാമിൻ്റെ കാലത്ത് ആ കിണർ അബ്രഹാം അബീമേലെക്കിൻ്റെ അടുക്കൽ നിന്ന് മത്സരമെല്ലാം തീർത്ത് ഉടമ്പടി ചെയ്ത് ആ കിണർ അബ്രഹാം സ്വന്തമാക്കി. ശത്രുക്കൾ അവകാശം പറഞ്ഞിരുന്നത് അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം സ്വന്തമാക്കി എടുത്തു. എന്നാൽ അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഇസ്ഹാക്കിൻ്റെ കാലമായപ്പോൾ ആ കിണറുകൾ ശത്രുക്കൾ പിന്നെയും അപഹരിച്ചു. ആ കിണറുകൾ അപഹരിച്ചിട്ട് ആ കിണർ അവർ മൂടിക്കളഞ്ഞു. അതിലുണ്ടായിരുന്ന ഉറവുകൾ തീർത്തും വറ്റിപ്പോയി. കിണർ മൂടിക്കളഞ്ഞു. ഫെലിസ്തീയർ വന്ന് കിണർ മൂടിക്കളഞ്ഞത് ഇസ്ഹാക്ക് അറിഞ്ഞപ്പോൾ ഇസ്ഹാക്കിന് വലിയ സങ്കടമായി. പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന കിണർ അത് മൂടിപ്പോയി. പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഉറവ വറ്റിപ്പോയി. പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന അനുഗ്രഹത്തിൻ്റെ ഉറവുകൾ തീർന്നുപോയി. സങ്കടത്തോടെ ഇസ്ഹാക്ക് ആ കിണറുകൾ വീണ്ടും താഴ്ത്തുകയും അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്ന കിണറുകൾ നികന്നുപോയിരുന്നത് വീണ്ടും താഴ്ത്തി അവയ്ക്ക് പണ്ടുണ്ടായിരുന്ന പേര് തന്നെ ഇട്ടു. വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. ഇതിനു മുൻപ് ചില അവസരങ്ങളിൽ ഇതിനെക്കുറിച്ച് ചില സൂചനകൾ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിരുന്ന് നിങ്ങൾ ചിലർ ഓർക്കുമായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിലതെല്ലാം നികന്നു പോയിരിക്കുകയാണ്. ഒരു കാലത്ത് കൊഴിച്ചതായിരുന്നു, ഒരു കാലത്തൊരു സമർപ്പണം എടുത്തതായിരുന്നു, ഒരു കാലത്ത് ജീവൻ്റെ ഉറവ തുറന്ന് കിട്ടിയതായിരുന്നു. ജീവൻ്റെ ഉറവയിൽ നിന്നുള്ളതായ ജീവൻ്റെ ജലം സമൃദ്ധിയായി ഒഴുകി ദേശങ്ങൾ നനച്ചതായിരുന്നു. നമ്മുടെ ഭവനത്തിൽ തന്നെ നനവ് കിട്ടിയിരുന്നു. ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു ശാന്തത ലഭിച്ചിരുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒരു സമാധാനം ധാരാളമായി കടന്നു വന്നിരുന്നു. പരസ്പരമുള്ളതായ ഐക്യവും പരസ്പരമുള്ളതായ സ്നേഹബന്ധവും ദൃഢമായി തീർന്നൊരു കാലം ഉണ്ടായിരുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉറവ തുറന്നു കിട്ടിയതിൻ്റെ ഫലമായി, ദൈവസ്നേഹം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉറവയായി തുറന്നതിൻ്റെ ഫലമായി നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായതാണ്. കോപാട്ടഹാസങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്ന് കോപം മാറി അലർച്ചയും ഗർജനവുമുള്ള പെരുമാറ്റങ്ങളും ആക്രോശങ്ങളും കുടുംബത്തിൽ നിശേഷം ദൂരീകരിക്കപ്പെട്ടു. സമാധാന അന്തരീക്ഷം കുടുംബത്തിൽ വന്നു. ഉഴപ്പിപ്പോയിരുന്നതായ കുട്ടികൾ അവരുടെ ഉഴപ്പ് മാറ്റി പഠിക്കാൻ തുടങ്ങി. ദുശ്ശീലങ്ങളുടെ അടിമകളായിപ്പോയ യുവാക്കന്മാർ അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും ചെയ്തു. ചീത്ത പടങ്ങളിൽ രസിക്കുകയും കൊള്ളരുതാത്തതായ ബന്ധങ്ങളിൽ മുഴുകുകയും അഴുക്കായ ശീലങ്ങളിൽ വളരുകയും ചെയ്തുകൊണ്ടിരുന്നതായ യുവതലമുറ തിരിഞ്ഞു വരികയും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ആശ്വാസകരവും സമാധാനപരവുമായ ജീവിതം തുടരുകയും ചെയ്യാനിടയായി. നമ്മുടെ പലരുടെയും കുടുംബങ്ങൾ എന്ത് ആശ്വാസം അനുഭവിച്ചതാണ്. ഒരു കാലത്ത് ആത്മാവിൻ്റെ ജീവ ഉറവ തുറന്ന് ലഭിച്ച കുടുംബങ്ങൾ, ആത്മാവിൻ്റെ ഉറവയിൽ നിന്ന് കോരിക്കുടിച്ച് സ്തുതിയുടെ ആനന്ദ ലഹരിയിൽ മനം മയങ്ങി ദൈവത്തെ ആരാധിച്ച നാളുകൾ, സന്തോഷത്തികവുള്ള അവസരങ്ങൾ. ഉള്ളത് ശാന്തമായിരുന്നു. പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഹൃദയം ശാന്തമായിരുന്നു. ദുരിതങ്ങളും ദുഃഖങ്ങളുള്ളപ്പോഴും മനസ്സ് ശാന്തമായിരുന്നു. പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഹൃദയം ശാന്തമായിരുന്നു. ദുരിതങ്ങളും ദുഃഖങ്ങളുള്ളപ്പോഴും മനസ്സ് ശാന്തമായിരുന്നു. അനേകം പ്രതിസന്ധികൾ ആഞ്ഞ് തെറുത്തു വന്നപ്പോഴും ക്രിസ്തുവിലുള്ളൊരു ആശ്രയം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ ഒരു നല്ല അനുഭവം ലഭിച്ചിരുന്നു.
ആ ഉറവ അത് ശത്രു അവകാശം പറയുകയും ശത്രു വന്ന് അത് മൂടിക്കളയുകയും ചെയ്തു. ഇസ്ഹാക്കിൻ്റെ കാലത്ത് ഒരു കാലത്തുണ്ടായിരുന്നതായി ഉറവകൾ ഫിലിസ്തീർ വന്ന് നികത്തിക്കളഞ്ഞു, കിണർ നികത്തിക്കളഞ്ഞു. ഇസ്ഹാക്ക് അത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? നാം വായിക്കുന്നത് അങ്ങനെയാണ്: അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകൾ ഫിലിസ്തീർ വന്ന് നികത്തിക്കളഞ്ഞവ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകൾ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് വിശുദ്ധിയുടെ കിണറുകൾ കുഴിച്ചവരാണ്. പൂർവ്വ പുണ്യപിതാക്കന്മാർ സ്നേഹത്തിൻ്റെ നിദർശനമായി നിന്നവരാണ്. അവരാത്മീയത്തിൽ വളർന്നവരായിരുന്നു. പഴയകാലത്തെ പ്രാർത്ഥനകൾ, പഴയകാലത്തെ ഗീതങ്ങൾ, പഴയകാലത്തെ ആരാധനാ രീതികൾ ഇതെല്ലാം നാം ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തിൻ്റെ തികവും വിശ്വാസത്തിൻ്റെ ദാർഢ്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആഴമേറിയ വേദപരിജ്ഞാനത്താൽ നിറഞ്ഞവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാവശ്യത്തെയും വിശുദ്ധ കുർബാനയിലെ ഏവങ്കേലിയോൻ വായിക്കുന്നത് കേട്ടാൽ മനസ്സിലാകും, അതാത് ദിവസത്തേക്കുള്ള ആ വേദഭാഗം, അതിനോട് ചേർന്നുള്ളതായ പഴയ നിയമഭാഗം, അതിനോട് ചേർന്നുള്ളതായ ശ്ലീഹവായനയുടെ ഭാഗം, അതിനോട് ഉതകുന്നതായും അതിനോട് ചേർന്നുള്ളതുമായ അപ്പോസ്തലപ്രവൃത്തികളുടെ ഭാഗം വായിക്കുന്നത്, ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടു പോകുവാനുള്ളതായ വിശുദ്ധന്മാരായ പൂർവ്വപിതാക്കന്മാരുടെ അത്ഭുതകരമായ വേദവചന പാണ്ഡിത്യവും ആത്മാവിൻ്റെ അവഗാഹവും നമുക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിതാക്കന്മാർ കൊടുത്തിരുന്നതായ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. വേദപുസ്തകത്തിനും വേദപുസ്തകത്തിലെ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും തമ്മിലുള്ളതായ ചാർച്ചയ്ക്കും ചേർച്ചയ്ക്കും ഉതകുന്നതായ വായനാഭാഗങ്ങൾ ക്രമീകരിച്ചതിൽ അഗാധമായ പരിജ്ഞാനം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അന്നുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് ഇന്ന് അനേകം വ്യതിചലനങ്ങൾ വന്നു പോയിരിക്കുകയാണ്. അനേകം മാറ്റങ്ങൾ വന്നിരിക്കുന്ന നാം കാണുന്നു. ഇന്ന് ആ പഴയ കാലത്തുണ്ടായിരുന്ന വിശുദ്ധിയുടെ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ പഴയ കാലത്തുണ്ടായിരുന്ന ദൈവസ്നേഹത്തിൻ്റെ അഗാധമായ വാത്സല്യ തികവ് തന്നെ പോയിപ്പോയിരിക്കുന്നു. പരസ്പരമുള്ളതായ സ്നേഹവും പരസ്പരമുള്ളതായ വിട്ടുവീഴ്ച മനോഭാവവും പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും താങ്ങുവാനും ഉള്ളതായ മനോഭാവവും ഇന്ന് കൈമോശം വന്നിരിക്കുന്നു. സഭാതലം പൊതുവെ കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യം നാം കാണുകയാണ്. സഹോദരങ്ങളെ, ആത്മീയത്തിൻ്റെ മാന്യം നാം ചുറ്റുപാടുകളിൽ കാണുന്നു. ആത്മീയമായ ഒരു അധപ്പതിതമായ അവസ്ഥ ഇന്ന് നാം കാണുകയാണ്. എന്നാൽ ഇന്ന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകൾ അന്ന് ഉറവ പൊട്ടി പുറപ്പെട്ടിരുന്നത് അത് നികന്നു പോയിരിക്കുന്നു. ഇന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? നമുക്ക് ആ കിണറുകൾ പിന്നെയും കുഴിക്കാം. ശത്രു കൊണ്ടുവന്നിട്ടിരിക്കുന്നതായ ചപ്പ് ചവറുകളെല്ലാം നമുക്ക് വാരി കോരി മാറ്റാം. ഈ കിണറിൽ ഫെലിസ്തീൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നതായ ചപ്പ് ചവറുകളും മണ്ണുകളും അഴുക്കുകളും എല്ലാം വാരി എല്ലാം കോരി മാറ്റിയിട്ട് ആ കിണറെ വെടിപ്പാക്കാം. ഇനിയും താഴ്ത്തണം. അന്ന് താണ് കിടന്നതായിരുന്നു, പിന്നെയും മൂടിപ്പോയിരിക്കുകയാണ്. ഇനിയും താഴ്ത്തിയെടുക്കണം. ആത്മീയ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നേടാൻ നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെയും കുറ്റം വിധിക്കേണ്ട, നമുക്ക് ആരെയും പരാതി പറയേണ്ട, നമുക്ക് ആരെക്കുറിച്ചും പരിഭവം വിചാരിക്കേണ്ട. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇംഗ്ലീഷിൽ മനോഹരമായൊരു പഴഞ്ചൊല്ലുണ്ട്: ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് നാം ഒരു ചെറു തിരിയെങ്കിലും കത്തിച്ചു വയ്ക്കുന്നതാണ്. ഇരുട്ടിനെ ശപിച്ചിട്ട് കാര്യമില്ല. അയ്യോ മുഴുവൻ കൂരിരുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറഞ്ഞ് നാം ഇരുട്ടിനെ ശപിച്ചതുകൊണ്ട് കാര്യമില്ല. നാം നിരാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. മുഴുവൻ ഇരുട്ടായി പോയല്ലോ എന്ന് നാം തളർന്നു പോയതുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കാതെ ഒരു ചെറു തിരിയെങ്കിലും കത്തിച്ചു വയ്ക്കാൻ നോക്കുക. ഒരു ചെറു തിരിയെങ്കിലും. സഹോദരങ്ങളെ, അത് നമുക്ക് സാധിക്കുന്നതാണ്. മനോഹരമായൊരു കവിത പണ്ട് വായിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. ആ കവിതയുടെ ആശയം ഇതാണ്. ടാഗോർ എഴുതിയൊരു കവിതയാണ്. ആ കവിതയുടെ ആശയം എങ്ങനെയാണ്? സൂര്യഭഗവാൻ നിന്ന് വളരെ സങ്കടത്തോടെ വിളിച്ച് പ്രകൃതിയിലെ എല്ലാ ജീവികളോടും ഒരു കാര്യം അപേക്ഷിക്കുന്നതെന്നാണ് കവിത. ഭാവനയാണ്. സൂര്യൻ നിന്ന് ചോദിക്കുകയാണ്,
എനിക്ക് ഇത്രയും നേരം ഞാൻ ജോലി ചെയ്തുകൊണ്ട് കുറച്ച് നേരം വിശ്രമിച്ചാൽ കൊള്ളാം. ഞാൻ ഈ പ്രകൃതിയിലെ കൂരിട്ട് അകറ്റാൻ ഇത്രയും നേരം ഞാൻ വിശ്രമമില്ലാതെ അധ്വാനിച്ചില്ലേ? എനിക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണം. ഞാൻ കുറേ സമയം ഒന്ന് വിശ്രമിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ആരെങ്കിലും വന്ന് ഈ കൂരിട്ടൊന്ന് അകറ്റാമോ? നിങ്ങൾക്കാർക്കെങ്കിലും വരാമോ? എല്ലാ ജീവികളും അമ്പരപ്പോടെ നോക്കി നിന്നു. ആർക്കും സാധിക്കില്ലല്ലോ. സൂര്യൻ ചെയ്യുന്ന പ്രവൃത്തി ആരെക്കൊണ്ട് സാധിക്കും? സൂര്യൻ്റെ പ്രകാശം ആർക്കുണ്ട്? എല്ലാവരും നിശബ്ദരായി നിന്നു. സൂര്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടിയത് വളരെ ഗൗരവമേറിയ കാര്യം ചോദിക്കാനാണ്. എനിക്ക് എത്ര നേരങ്ങൾ ജോലി ചെയ്യാൻ പറ്റും? ഇത്രയും നേരം ഞാൻ ജോലി ചെയ്തില്ലേ? ഇനി കുറച്ച് നേരം ഞാനൊന്ന് വിശ്രമിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരൂ. ഈ പ്രകൃതിയുടെ കൂരിട്ട് അകറ്റാൻ ഒന്ന് മുന്നോട്ട് വരൂ. അപ്പോൾ ഒരു ചെറു മിന്നാമിനുങ്ങ് പയ്യെ പറന്നു വന്നു. മിന്നാമിനുങ്ങ് പറഞ്ഞു, സൂര്യഭഗവാനെ, അങ്ങ് ചെയ്യുന്നത് പോലെ ഇത്രയും വലിയ പ്രകൃതി എമ്പാടുമുള്ള കൂരിട്ട് അകറ്റാൻ എനിക്ക് സാധിക്കുകയില്ല. പക്ഷേ എനിക്ക് ഒരു ചെറു വെളിച്ചമുണ്ട്, വളരെ അല്പം മാത്രം. ഒരു വെളിച്ചത്തിൻ്റെ കണികയുണ്ട്, ഒരല്പം വെളിച്ചം. ആ അല്പം വെളിച്ചം കൊണ്ട് എനിക്ക് ഒരു ചുറ്റുവട്ടത്തിൽ പറന്നു നടക്കാൻ പറ്റും. അത്ര പേരുത്തൊന്നും പറക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. ഒരു ചെറിയ ചുറ്റുവട്ടത്തിൽ ഒരു ചെറിയ വെളിച്ചവുമായി ഞാൻ പറന്നു നടക്കാം. എന്നാലാവത് ഞാൻ ചെയ്യാം. ഇത് ടാഗോറിൻ്റെ ഈ കവിതയിലെ ആശയം അല്പം ഗൗരവമുള്ളതാണ്. നമുക്കാർക്കും വലുതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. വലുതൊന്നും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഒരു ചെറുതിരി കത്തിക്കാൻ സാധിക്കും. ഒരു ചെറിയ വെളിച്ചത്തിൻ്റെ കണം, ഒരു ചെറിയ വെളിച്ചത്തിൻ്റെ തുള്ളി, വളരെ ചെറിയൊരു കണിക മാത്രം, അത്രയും നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ഒരു ചെറിയ ജീവിതം, ഈ അല്പ ആയുസ്. അതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കിണർ കുഴിക്കാം. ശത്രു നികത്തിക്കളഞ്ഞതായ കിണറുകൾ നമുക്ക് കുഴിക്കാം. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എവിടെയെല്ലാമാണ് ഫിലിസ്തീൻ വന്ന് മണ്ണിട്ട് മൂടിയത്, എവിടെയെല്ലാമാണ് ദുഷ്ടശത്രു വന്ന് അത് നികത്തിക്കളഞ്ഞത്, എവിടെയെല്ലാമാണ് പൈശാചികൻ വന്ന് അത് മൂടിക്കളഞ്ഞത്, ഏതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തുറന്നു തന്നിരുന്ന ഉറയിൽ പിശാച് കൊണ്ടുവന്ന് ഇട്ടത്. കോപം, വാശി, വഴക്ക്, വൈരാഗ്യം, അശുദ്ധ വികാരങ്ങൾ, മലിനമോഹങ്ങൾ, മ്ലേച്ഛ ചിന്തകൾ, കൊള്ളരുതാത്ത ബന്ധങ്ങൾ, എന്തെല്ലാമാണുള്ളത്. അവയവം പ്രതി ഞാൻ പരിശോധിച്ച് നോക്കണം. എന്തെല്ലാമാണ് ഈ കിണർ മൂടാൻ ഇടയായിട്ടുള്ളതായ കാരണങ്ങൾ? എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് ഈ കിണർ മൂടിക്കളഞ്ഞത്? എന്നാൽ സാധിക്കും. വേറെ ആരുടെയും സഹായം വേണ്ട. എൻ്റെ അവയവങ്ങളുടെ മേൽ നിയന്ത്രണം പാലിക്കാൻ വേണമെങ്കിൽ എനിക്ക് കഴിയും. വേറെ ആരുടെയും സഹായം ചോദിക്കേണ്ട. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നെ ഫോൺ ചെയ്തു. ആ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, സാറേ, എനിക്ക് അല്പം പോലും പഠിക്കാൻ പറ്റുന്നില്ല. പലതരത്തിൽ എനിക്ക് മനസ്സിങ്ങനെ കലങ്ങിയിരിക്കുകയാണ്. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. സാറൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് പഠിക്കാൻ പറ്റാത്തത്? സാറേ, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും, പക്ഷേ ഈ തീരുമാനം പാലിക്കാൻ പറ്റുന്നില്ല. എന്ത് തീരുമാനം എടുത്തത്? തീരുമാനം എന്താണ്? സാറേ, എനിക്ക് ചീത്ത പടങ്ങൾ കാണാൻ വലിയ ആഗ്രഹം. എനിക്ക് ടി വിയുടെ മുമ്പിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല. ഞാനത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിൻ്റെ കണ്ണ്, നിൻ്റെ മുറിയിലെ ടി വി, ആ ടി വിയുടെ മുമ്പിൽ നിന്ന് ഇരിക്കണോ വേണ്ടയോ നിനക്ക് തീരുമാനിക്കാം. പഠിക്കാനിരിക്കുകയാണോ വേണ്ടത്, ടി വിയുടെ മുമ്പിൽ ഇരുന്ന് ദിവസം മുഴുവൻ നശിപ്പിക്കുകയാണോ വേണ്ടത് നിനക്ക് തീരുമാനിക്കാം. ടി വിയിൽ നല്ല നല്ല പ്രോഗ്രാം ഉള്ളത് കാണുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ടി വിയിൽ നിനക്ക് നല്ല ജ്ഞാനം ലഭിക്കത്തക്കുള്ളതായ നല്ല പരിപാടികളുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ, നിൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള സമയമുണ്ടെങ്കിൽ കാണുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നീ വൃത്തികെട്ട പടങ്ങളും കാണാൻ, നീ മ്ലേച്ഛ ചിത്രങ്ങൾ കാണാൻ, അഴുക്കായ വല്ല ഗോഷ്ഠികളും കാണാനായിട്ട് നിൻ്റെ വിലയേറിയ സമയം കളയണോ വേണ്ടത് നീ തീരുമാനിച്ചാൽ മതി. ആ കുട്ടി ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്ന കൊച്ചുകൂടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അനേകം പേര് ഇതുപോലെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ സാധിക്കാതെ അമ്പരപ്പിലാണ്. എന്താണ് ചെയ്യേണ്ടത്? ഞാനായിട്ട് ഈ കിണർ ഞാൻ വീണ്ടും കുഴിക്കണം. എൻ്റെ സ്വന്തം തീരുമാനമാണത്. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിക്കേണ്ടതാകുന്നു. പാപം വാതിക്കലുണ്ട്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. പ്രലോഭനങ്ങളുണ്ട്, പ്രേരണകളുണ്ട്.
അതിനെ ചെറുത്ത് നിൽക്കണമോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. ഞാനതിനെ ജയിക്കണമോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ഭാവി നശിപ്പിച്ച് കളയണമോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. മനുഷ്യ, നീ തന്നെയാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്, വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത്. കയ്യനോട് ദൈവം പറഞ്ഞു, കയ്യനെ നീ ധരിച്ചുകൊള്ളുക, നീ വ്യക്തമായി ഗ്രഹിച്ചുകൊള്ളുക, പാപം വാതുക്കലുണ്ട്, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ ജയിക്കേണ്ടതാകുന്നു. കയ്യൻ ആ വാക്ക് കേട്ടെങ്കിലും കയ്യന് ജയിക്കാൻ കഴിഞ്ഞില്ല. കയ്യൻ കൊലപാതകിയായി മാറി, ആദ്യത്തെ കൊലപാതകിയായി മാറി. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങൾ കത്തിവെക്കേണ്ട പാപങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്ന് അവനവൻ തിരിച്ചറിഞ്ഞ് പാപങ്ങളുടെ അടിവേരിന് കത്തിവെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കനത്ത നാശങ്ങൾ വരും. പിന്നെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായ ദുരിതങ്ങൾ, അതിൻ്റെ ദൂഷിത ഫലങ്ങൾ എന്തെല്ലാമെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഭയാനകമായ ദുഷ്ഫലങ്ങൾ നിങ്ങൾ നേരിടാൻ പോവുകയാണ്. ജീവിതത്തിൽ എടുക്കേണ്ടതായ തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രായത്തിൽ, തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സമയത്ത് അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു തരാം. സഹോദരീ സഹോദരങ്ങളെ, കുടുംബങ്ങൾ എന്തിനു തകർത്ത് കളയണം? നമ്മുടെ ഭാവി എന്തിനു മുടിച്ചു കളയണം? ശോഭനമായ ഭാവിയിലേക്ക് വളർന്നു വരേണ്ടവരാണ് നാം. വളരെ ഉന്നതമായ ഭാവി നമുക്ക് നേടാവുന്നതാണ്. വളരെ വളരെ നല്ല ശുഭകരമായ നിലകളിലേക്ക് നമുക്ക് ഉയർന്നു പോകാവുന്നതാണ്. ആരും തളർന്നിരിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും തരത്തിലുള്ളതായ പാപങ്ങൾ നിങ്ങൾക്ക് വന്നു പോയെങ്കിൽ ആ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വന്നാൽ മതി. അയ്യോ, തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് കണ്ണുനീരുകൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകാൻ നിങ്ങൾക്ക് തോന്നിയാൽ മതി. ഇനിമേൽ ഈ പാപങ്ങൾ ആവർത്തിക്കുകയില്ല എന്ന് ദൈവത്തോട് നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ സാധിച്ചാൽ മതി. ദൈവത്തോട് കൃത്യമായി ഹൃദയത്തിൻ്റെ തീരുമാനം അറിയിക്കണം. ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കണം. അതാണ് ഈ സമർപ്പണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു നിസ്സാര കാര്യമല്ല, ഗൗരവമേറിയ വിഷയമാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്കുകളെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ആളുകൾ മാത്രമല്ല, നാനാ ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവർ ഓരോരുത്തരും ശ്രദ്ധയോടെ ഇരുന്നു കൊള്ളൂ. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പാപം വാതിൽക്കൽ കിടക്കുന്നെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പാപത്തെ ജയിക്കാൻ തയ്യാറായില്ലെങ്കിൽ പാപം നിങ്ങളെ ജയിച്ച് കീഴടക്കുകയും കനത്ത നാശങ്ങൾ നിങ്ങൾ നേരിടുകയും ചെയ്യും. അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകളായിരുന്നു, ഫെലിസ്തീർ വന്ന് നികത്തിക്കളഞ്ഞു. ഇനി എന്താണ് ചെയ്യുക? ഇസ്ഹാക്ക് അവയെ വീണ്ടും താഴ്ത്തി, എല്ലാം പെറുക്കി എടുത്തു, എല്ലാം കോരിയെടുത്തു, സകലവും വാരിയെടുത്തു. അതിനകത്തേക്ക് വീണുപോയിരുന്നതെല്ലാം, പിശാച് കൊണ്ടുവന്നിട്ടിരുന്നതെല്ലാം, ദുഷ്ടശക്തി കൊണ്ടുവന്നിട്ടിരുന്നതെല്ലാം അവിടെ നിന്ന് പെറുക്കി എടുത്തിട്ട് ആ കിണർ പിന്നെയും താഴ്ത്തി. പുതിയ ഒരു സമർപ്പണം, ഒരു പുനഃസമർപ്പണം, ഒരു പുതിയ അനുഭവം. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ സമർപ്പണത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ചില തീരുമാനങ്ങളുള്ളവരായിരുന്നു. ഒരു കാലത്ത് ചില വ്യക്തമായ പ്രതിഷ്ഠകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നിന്ന കാര്യങ്ങളിൽ വ്യക്തമായി ഞാൻ പ്രതിഷ്ഠ പാലിക്കുമെന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞവർ അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. ഇനിമേ ഞാൻ കോപിക്കുകയില്ല എന്ന് പറഞ്ഞവർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? ഇനി അശുദ്ധമായ ബന്ധം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞവർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? ഇനി അഴുക്കായ കാര്യത്തിലേക്ക് എൻ്റെ മനസ്സ് പോവുകയില്ല എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞവർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയട്ടെ, എന്നാൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ലംഘിച്ചു പോയി, നിങ്ങളുടെ തീരുമാനങ്ങൾ പാളിപ്പോയി, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ വാക്ക് നിങ്ങൾ മറന്നുപോയി. ഇന്ന് നിങ്ങൾ തണുത്തു പോയിരിക്കുന്നു, ഇന്ന് നിങ്ങൾ ക്ഷീണിച്ചു പോയിരിക്കുന്നു, ആത്മാവിൽ മാന്ദ്യം സംഭവിച്ചിരിക്കുന്നു, ആത്മാവിൽ കേട് സംഭവിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ നേരെ കരുണയോടെ നോക്കുന്ന കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ നിങ്ങൾക്കൊരു വാക്ക് പറയാം. നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാം. നിങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാം. നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാം. നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ ക്രിസ്തുവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാം. എന്താണ് നിങ്ങൾ പറയുന്ന വാക്ക്? കർത്താവേ, ഇന്ന് ഞാൻ പുതിയ സമർപ്പണം എടുക്കുകയാണ്. ഇന്ന് ഞാൻ പുനഃസമർപ്പണം എടുക്കുകയാണ്. ശത്രു നികത്തിക്കളഞ്ഞിരിക്കുന്നു. കർത്താവേ, ഞാനതെല്ലാം ഓരോന്നായി വാരിയെടുക്കുകയാണ്. എല്ലാം ഓരോന്നായി ഞാൻ കോരിക്കളയുകയാണ്. എല്ലാം മാറ്റിക്കളയുകയാണ്. ഈ കിണർ ഞാനിതാ കുഴിക്കുന്നു. കർത്താവേ, ജീവൻ്റെ ഉറവയുമായി എനിക്കൊരു ബന്ധം തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ജീവൻ്റെ ഉറവയുമായി എനിക്കിന്ന് ഒരു ബന്ധം തരണമേ. കർത്താവേ, ഇതുവരെയും ഈ ബന്ധം എന്താണെന്ന് പോലും അറിയാത്തവനായി ഞാൻ ജീവിച്ചു പോയി. കർത്താവേ, എന്നാൽ ഒരു കാലത്ത് ബന്ധമുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടവനായി ഞാൻ ജീവിച്ചു പോയി. എന്നാൽ ഇന്ന് കർത്താവേ, എനിക്കൊരു പുതിയ അനുഭവം തരണമേ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാലങ്ങളെല്ലാം എനിക്ക് മടക്കി തരണമേ.
വിട്ടിലും വെട്ടുക്കിളിയും പച്ചപ്പുഴവും തുള്ളനും തിന്നുകളെന്ന സംവത്സരങ്ങൾക്ക് വേണ്ടി പകരം തരാമെന്ന് പറഞ്ഞ യേശുവേ, ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ നല്ല കാലം തുടങ്ങിത്തരണമേ. സമാധാനത്തിൻ്റെ കാലങ്ങൾ, നഷ്ടത്തിൻ്റെ കാലങ്ങൾ മാറ്റി ലാഭത്തിൻ്റെ കാലങ്ങളാക്കി തരണമേ. കർത്താവെ, പരാജയത്തിൻ്റെ കാലങ്ങൾ മാറ്റി വിജയത്തിൻ്റെ കാലങ്ങളാക്കി മാറ്റി തരണമേ. പുതിയ വിജയത്തിൻ്റെ ഒരു ഉന്നത സോപാനം കൈയടക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. വിജയത്തിൻ്റെ ഉയർന്ന പടവുകളിലേക്ക് കയറി ചെല്ലാനുള്ളതായ സൗഭാഗ്യം എനിക്ക് തരണമേ. വിജയ ജീവിതം എനിക്ക് തരണമേ. എൻ്റെ ജീവിതം നശിക്കാനുള്ളതല്ല, നശിപ്പിക്കാനുള്ളതല്ല. എൻ്റെ ഈ ഭൗതിക ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനപ്പെടേണ്ടതാണ്, അനേകർക്ക് വേണ്ടി എരിഞ്ഞടങ്ങേണ്ടതാണ്, അനേകർക്ക് ഭാവി കാല തലമുറയ്ക്കും പ്രയോജനപ്പെടേണ്ടതാണ്. നാഥ, അതിന് ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ തിരുമുൻപാകെ ഒരു വാക്ക് പറയുകയാണ്. യേശുവേ, ഞാനും എനിക്കുള്ളതെല്ലാം ഈ നിമിഷം മുതൽ നിൻ്റേത്. ഞാനും എനിക്കുള്ളതെല്ലാം ഈ നിമിഷം മുതൽ നിൻ്റേത്. ഞാനും എനിക്കുള്ളതെല്ലാം യേശുനാഥ എല്ലാം നിൻ്റേത്. എന്തുകൊണ്ടെന്നാൽ നീ നിന്നെ തന്നെ എനിക്ക് വേണ്ടി ക്രൂസിലർപ്പിച്ചു. നിന്നെ തന്നെ നീ ക്രൂസിന്മേൽ അർപ്പണം ചെയ്തു. നിൻ്റെ തിരുരക്തം നീ ഒഴുക്കി, നിൻ്റെ തിരുവിലാവ് നീ തുറന്നു, നിൻ്റെ മുഖത്ത് നീ തുപ്പലേറ്റു, നിൻ്റെ കന്നത്ത് നീ അടിയേറ്റു. നീ നിന്നാവിഷയമായി തീർന്നു, നീ അവഹേളന പാത്രമായി തീർന്നു, നീ ആക്ഷേപം സഹിച്ചുകൊണ്ട് കുരിശിന്മേൽ കിടന്നു. എൻ്റെ കർത്താവേ, നീ കുരിശിന്മേൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ് കരഞ്ഞു. യേശുവേ, നിൻ്റെ തിരുരക്തം കുരിശിന്മേൽ ചിന്തി. എൻ്റെ നാഥ, തിരുരക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട് യേശുവേ, നിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞാനിപ്പോൾ തിരുമുൻപാകെ അടുത്ത് വന്നുകൊണ്ട് നിന്നോട് വാക്ക് പറയുകയാണ്. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ നിനക്കായി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. നാഥ, നീ എന്നെ കൈക്കൊള്ളണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അപേക്ഷിക്കൂ. ദൈവസന്നിധിയിൽ സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥ, പിന്മാറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരണമേ. പാപജീവിതത്തോട് യാത്ര പറഞ്ഞ് പുതിയ ജീവിതം തുടങ്ങുവാനുള്ള സൗഭാഗ്യം നിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. എടുത്ത പുതിയ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ പകരണമേ. നാഥ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ ആ കൂടെ പറക്കുവാൻ നിൻ്റെ മക്കളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ, ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ ഹൃദയ സമാധാനം നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.